ഗ്രാഫിക് ഡിസൈനിലെ ഒരു പ്രധാനപ്പെട്ട ഡിസൈൻ പ്രിൻസിപ്പിളായ ബാലൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ഡിസൈൻ്റെ അകത്ത് എലമെൻറ്റ്സ് എങ്ങനെയാണ് സെൻസ് ഓഫ് ഇക്വിലിബ്രിയം സ്റ്റെബിലിറ്റിയൊക്കെ അറ്റൈൻ ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഈ ഒരു ബാലൻസ് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്. ഇത് അറ്റൈൻ ചെയ്താൽ മാത്രമേ നമുക്കൊരു വിഷ്വലി പ്ലീസിംഗ് ആയിട്ടുള്ളൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു വെൽ ബാലൻസ്ഡ് ഡിസൈന് വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ ഗൈഡ് ചെയ്യാനും ഹാർമോണിയസ് വിഷ്വൽ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കുന്നതാണ്. ബാലൻസ് ശരിക്കും റെഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡിസൈനിലെ വിഷ്വൽ വെയ്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. എന്താണ് വിഷ്വൽ വെയ്റ്റ്? അപ്പം വിഷ്വൽ വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ വെയ്റ്റിനെയാണ്. അതെന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ആ ഒരു എലമെൻറ്റിൽ എത്രത്തോളം വ്യൂവേഴ്സ് അട്രാക്റ്റ് ചെയ്യുന്നു എന്നതാണ്. അപ്പം ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് നമ്മുടെ ഡിസൈനിലുണ്ടെങ്കിൽ അത് രണ്ട് ഭാഗത്തിരിക്കുകയാണ്. അപ്പം ഏത് ഭാഗത്തെ എലമെൻറ്റിനായിരിക്കും കൂടുതൽ വെയിറ്റ് ഉള്ളത്, കൂടുതൽ അട്രാക്ഷൻ ഉള്ളത്, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൂടുതൽ അട്രാക്ഷൻ ഉള്ളതിനെയാണ് കൂടുതൽ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനിയുള്ളൊരു ടേം എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഡയറക്ഷനാണ്. വിഷ്വൽ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡിസൈനിലെ ഒരു എലമെൻറ്റ് അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നാണ് നമ്മുടെ വ്യൂവേഴ്സിന് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ആ ഒരു എലമെൻറ്റ് മൂവബിൾ ആണെന്ന് കരുതുക. അപ്പോൾ ആ എലമെൻറ്റ് ഒരു വ്യക്തിയാണെന്ന് കരുതുക. എന്തെങ്കിലും ഒരു എലമെൻറ്റ്, ഒരു ബോളോ എന്തും ആയിക്കോട്ടെ, അപ്പോൾ അത് ആ ഒരു എലമെൻറ്റ് മൂവബിൾ ആണെങ്കിൽ വ്യൂവേഴ്സിന് അത് നോക്കുന്ന സമയത്ത് എങ്ങോട്ട് മൂവ് ചെയ്യുകയാണ് എന്നാണ് തോന്നുന്നത്. അതിനെയാണ് വിഷ്വൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് എലമെൻറ്റ്സ് എടുത്തിട്ട് ഏതിനാണ് കൂടുതൽ വെയിറ്റ് എന്ന് നോക്കാം, വിഷ്വൽ വെയിറ്റ് എന്ന് നോക്കാം. ഇപ്പോൾ നമ്മളാണെങ്കിൽ കുറച്ച് വൈബ്രൻറ്റ് കളേഴ്സ് കൊടുക്കുന്നു, കുറച്ച് ന്യൂട്രൽ കളേഴ്സ് കൊടുക്കുന്നു. അപ്പം കൂടുതൽ വിഷ്വൽ വെയിറ്റ് വൈബ്രൻറ്റ് കളേഴ്സിനായിരിക്കും. ഇപ്പോൾ ന്യൂട്രൽ കളേഴ്സിനെക്കാട്ടി ഹെവിയർ ആയിരിക്കും വൈബ്രൻറ്റ് കളേഴ്സ്. ഇപ്പോൾ നമ്മൾ ഡാർക്കർ കളറും ബ്രൈറ്റർ കളറും എടുക്കുന്നു. അപ്പോൾ ഡാർക്കർ കളേഴ്സ് ആയിരിക്കും കൂടുതൽ ഹെവിയർ. അതേപോലെ തന്നെ നമുക്ക് ഹാർഡർ ഷേപ്പ് എടുക്കാം, സ്ട്രെയിറ്റ് എഡ്ജൊക്കെ ഉള്ള ഷേപ്പുകൾ. എന്നിട്ട് നമുക്ക് കുറച്ച് സോഫ്റ്റർ ഷേപ്പ് എടുക്കാം, കർവ്ഡ് എഡ്ജസൊക്കെ ഉള്ള ഷേപ്പുകൾ. അപ്പോൾ അതിൽ ഹാർഡർ ഷേപ്പ് ആയിരിക്കും കൂടുതൽ ഹെവിയർ. ഇനി നമ്മൾ കുറച്ച് കോംപ്ലക്സ് ഷേപ്പും കുറച്ച് സിമ്പിൾ ഷേപ്പും എടുക്കുകയാണെങ്കിൽ കോംപ്ലക്സ് ഷേപ്പ് ആയിരിക്കും കൂടുതൽ ഹെവിയർ. ഇനി നമുക്കാണെങ്കിൽ ഫില്ലഡ് ആയിട്ടുള്ള ഷേപ്പ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഔട്ട്ലൈനഡ് ആയിട്ടുള്ള ഷേപ്പ് എടുക്കാം. എന്ന് വെച്ചാൽ അകത്ത് ഫില്ലൊന്നുമില്ല, ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഷേപ്പ് എടുക്കാം, ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഫില്ലഡ് ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും കൂടുതൽ ഹെവിയർ. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇവിടെ സാച്ചുറേഷൻ കൂടുതലുള്ളത്, സാച്ചുറേഷൻ കുറഞ്ഞതുമുണ്ട്. അപ്പോൾ സാച്ചുറേഷൻ കൂടിയത് ഹെവിയറാണ്, സാച്ചുറേഷൻ കുറഞ്ഞത് ലൈറ്ററുമാണ്. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇത് കൂടുതൽ ഡാർക്കറാണ്, ഈ ഒരു കളറ് ഇത് കൂടുതൽ ലൈറ്ററുമാണ്. അപ്പോൾ ഇതാണ് ലൈറ്റ്, ഇത് കൂടുതൽ ഹെവിയുമാണ്. ഇപ്പോൾ ഹ്യൂ റെഡ് വരുന്ന സമയത്ത് കൂടുതൽ ഹെവിയാണ്, പക്ഷേ ബ്ലൂ ഒക്കെ വരുന്ന സമയത്ത് അതിനെക്കാട്ടി ലൈറ്റുമാണ്. ഇനി നമ്മളാണെങ്കിൽ ഒരു എലമെൻറ്റ് അതിൻ്റെ സെൻട്രൽ ആക്സിസ് ചെയ്യുന്നത്, അത് വെർട്ടിക്കലും ആവാം ഹൊറിസോണ്ടലും ആവാം, അതിൽ നിന്ന് എത്രത്തോളം അകത്തി വെക്കുന്നു അത്രത്തോളം ഹെവിയർ ആയിരിക്കും ആ ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ. ആണ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു എലമെൻറ്റ്, അതായത് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു എലമെൻറ്റ്, അതിന് കൂടുതൽ വെയിറ്റ് കാണും. അതായത് സെൻട്രലിരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ വെയിറ്റ് കാണും ഒറ്റപ്പെട്ട് കുറച്ച് അകലെ ഇരിക്കുന്നതിന്. ഇനി കോംപ്ലക്സ് ആയിട്ടുള്ള ടെസ്റ്ററും സിമ്പിൾ ടെസ്റ്ററും എടുക്കുകയാണെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ടെസ്റ്ററിനായിരിക്കും കൂടുതൽ വിഷ്വൽ വെയിറ്റ് ഉള്ളത്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഇംബാലൻസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ബാലൻസ് ഇല്ലാത്തൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ബാലൻസ് ഇല്ലാത്ത ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യിക്കാനോ അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ ഫീൽ ചെയ്യിക്കാനോ ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡിസൈൻ അങ്ങനത്തെ ഒരു ഫീലിങ്സാണ് കൺവേ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇംബാലൻസ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് രണ്ട് ഷേപ്പ് കാണാൻ പറ്റും. ഒന്നാമത്തെ ഷേപ്പിനാണ് കൂടുതൽ വെയിറ്റ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസും ഷേപ്പും വോളിയും വാല്യൂ എല്ലാമാണ് കൃത്യമായിട്ട് കാണാൻ പറ്റും. രണ്ടാമത്തെ ഷേപ്പ് കൂടുതൽ ലൈറ്ററാണ്, അതിൻ്റെ സൈസ് കുറവാണ്, അതിൻ്റെ വോളിയം കുറവാണ്, അതിൻ്റെ വാല്യൂ കുറവാണ്, എല്ലാം കൊണ്ടും ഇത് കൂടുതൽ ലൈറ്ററുമാണ്. ഇനി രണ്ടാമത് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ റെഡും യെല്ലോയുമാണ്. ഇപ്പോൾ റെഡാണ് കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതിനകത്തോട്ട് നോക്കുമ്പോൾ റെഡായിരിക്കും നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷ്വൽ വെയിറ്റ് കൂടുതൽ റെഡിനാണ്, യെല്ലോയ്ക്ക് വിഷ്വൽ വെയിറ്റ് കുറവാണ്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ബാലൻസ് നോക്കാം. പലതരത്തിലുള്ള ബാലൻസ് ഉണ്ട്. ഒന്നാമത്തെ ബാലൻസ് എന്ന് പറഞ്ഞാൽ സിമെട്രിക്കൽ ബാലൻസ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്ന് പറഞ്ഞാൽ ഒരു മിറർ വേർഷനാണ്. ഇപ്പോൾ ഒരു സൈഡിലുള്ളതിൻ്റെ ഒരു മിറർ വേർഷനാണ് മറ്റേ സൈഡിലുള്ളതെന്ന് കരുതുക. അപ്പം അങ്ങനെ ബാലൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമെട്രിക്കൽ ബാലൻസ് ചെയ്യുന്നത്. ഇപ്പം മൊത്തത്തിൽ ഈ ഒരു ഡിസൈൻ ഒരു ബാലൻസ് ഉണ്ട്, രണ്ട് സൈഡിൽ ഈക്വലായിട്ട് വിഷ്വൽ വെയിറ്റ് വന്നിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനത്തെ ബാലൻസിനെയാണ് സിമെട്രിക്കൽ ബാലൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഈ ഒരു സീസോയാണ്. സീസോയ്ക്കകത്ത് രണ്ട് സൈഡിൽ ഓരോരുത്തർ ഇരിപ്പുണ്ട്. അപ്പം ഒരു സൈഡ് ചെറിയൊരു മനുഷ്യൻ, ഒരു സൈഡ് വലിയൊരു മനുഷ്യൻ ഇരിക്കുകയാണെങ്കിൽ ഇത് ബാലൻസ്ഡ് ആയിരിക്കത്തില്ല. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് സിമെട്രിക്കലി ബാലൻസ്ഡ് ആണ്, ഇത് സിമെട്രിക്കലി ബാലൻസ്ഡ് അല്ല. നമ്മൾ സിമെട്രിക്കൽ ബാലൻസ് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോർമൽ ഡിസൈനൊക്കെയാണ്, അതായത് ലോഗോസിനും ട്രഡീഷണൽ പ്രിൻ്റ് ഡിസൈനും ഒക്കെയാണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ അസിമെട്രിക്കൽ ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ സിമെട്രിക്കൽ ബാലൻസിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരേ തരത്തിലുള്ള ഷേപ്പ് ആയിരിക്കും, ഒരേ ഷേപ്പ് തന്നെ ആയിരിക്കും രണ്ട് സൈഡിലും വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മിറർ വേർഷനാണ്. പക്ഷേ ഈ കേസ് മിറർ വേർഷൻ അല്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ രണ്ടിനും വിഷ്വൽ വെയിറ്റ് സെയിം ആയിരിക്കും, എന്നാൽ മാത്രമേ ഇത് ബാലൻസ് ആകത്തുള്ളൂ. അപ്പോൾ അസിമെട്രിക്കലി ബാലൻസ്ഡ് ആണ്. ഇപ്പം ഇവിടെ ഒരു റെഡ് ഷേപ്പ് ഉണ്ട്, അതിന് പകരം ഇവിടെ രണ്ട് നീല ഷേപ്പ് ഉണ്ട്. അപ്പം വെയിറ്റ് കുറവാണെങ്കിലും ഒന്നിൽ കൂടുതലുണ്ട്, കൂടുതൽ എലമെൻറ്റ്സ് കൊടുത്തിട്ട് അതിൻ്റെ വിഷ്വൽ വെയിറ്റ് കൂട്ടുന്നതാണ്.
അപ്പോൾ ഇങ്ങനത്തെ ബാലൻസിനെയാണ് നമ്മൾ അസിമെട്രിക്കൽ ബാലൻസ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും മോഡേണും കണ്ടംപററി ആയിട്ടുള്ള ഡിസൈനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നമുക്കാണെങ്കിൽ കൂടുതൽ ഡൈനാമിക്കും വിഷ്വലി ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ള കോമ്പോസിഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു സീസോ ഉണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ മനുഷ്യൻ ഇരിപ്പുണ്ട്. അതേ മനുഷ്യനാണ് വലത്തെ സൈഡിൽ ഇരുന്നെങ്കിൽ അത് സിമെട്രിക്കലി ബാലൻസ്ഡ് ആയേനെ. പക്ഷേ അതേ മനുഷ്യനെ തന്നെ നമ്മൾ സെൻറ്ററിൽ വല്ലതും വെക്കുകയാണെങ്കിൽ ബാലൻസ്ഡ് ആവത്തുമില്ല. പക്ഷേ അതിന് പകരമായിട്ട് കുറച്ചും കൂടെ വലിയൊരു മനുഷ്യനാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇങ്ങനെ നമുക്ക് അസിമെട്രിക്കലി ബാലൻസ്ഡ് ആക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് വെയിറ്റ് കുറവായിരിക്കും, പക്ഷേ ഇത് വലിയ മനുഷ്യനെ വെക്കുമ്പോൾ വെയിറ്റ് കൂടുതലും ആവുന്നതാണ്. ഇപ്പോൾ അങ്ങനെയാണ് ഇവിടെ അസിമെട്രിക്കലി ബാലൻസ്ഡ് ആക്കിയിരിക്കുന്നത്. ഇനിയുള്ളത് റേഡിയൽ ബാലൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എലമെൻറ്റ്സ് ഒരു സർക്കുലർ ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് ബാലൻസ് ചെയ്യുന്നതിനാണ് റേഡിയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഒരു സെൻട്രൽ പോയിൻറ്റിന് ചുറ്റുമാണ് ഈ എലമെൻറ്റ്സ് എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഈ ഒരു ബാലൻസ് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ സർക്കുലർ സിമെട്രിക്കൽ ഷേപ്പൊക്കെ വരുന്ന ഡിസൈനാണ്. ഉദാഹരണമായിട്ട് ലോഗോസ്, സർക്കുലർ ഡിസൈൻ ഒക്കെയാണ്. ഇനി നമുക്ക് ബാലൻസ് എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമുക്ക് ബാലൻസ് പല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കാണെങ്കിൽ ബാലൻസ് അച്ചീവ് ചെയ്യാൻ ഒരു വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഗ്രിഡൊക്കെ വരച്ചിട്ട് എന്നിട്ട് നമുക്ക് സിമെട്രിക്കലിയോ അസിമെട്രിക്കലിയോ ഒക്കെ കറക്റ്റായിട്ട് നമ്മുടെ എലമെൻറ്റ്സ് നമ്മുടെ കോമ്പോസിഷൻ്റെ അകത്ത് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമുക്കാണെങ്കിൽ ഒരു സൈഡിൽ കൂടുതൽ വിഷ്വൽ വെയിറ്റ് കൊടുക്കാനായിട്ട് അവിടെ നമുക്ക് കോൺട്രാസ്റ്റ് കൊണ്ടുവരാൻ പറ്റും. കോൺട്രാസ്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ കൂടുതൽ അങ്ങോട്ടാവുന്നതാണ്. അങ്ങനെ നമുക്ക് വിഷ്വൽ വെയിറ്റ് കൂട്ടാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ ഹയറാർക്കി കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഹയറാർക്കി എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് അറേഞ്ച് ചെയ്യുന്നതിനെയാണ്. ഇപ്പോൾ നമ്മൾ ആൾറെഡി അതിനെപ്പറ്റിയൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഹയറാർക്കി കൊണ്ടുവന്നിട്ട് നമുക്കാണെങ്കിൽ ഒരു സെൻസ് ഓഫ് ബാലൻസും വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ ഗൈഡ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇനി നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിളിൻ്റെ അത് കാണാൻ പറ്റും. ഇത് സിമെട്രിക്കലി ബാലൻസ്ഡ് ആണ്, കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ സൈഡിൽ ഒരേപോലെയാണ് ഷേപ്പുകളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇപ്പം കറക്റ്റ് സിമെട്രിക്കലി ബാലൻസ്ഡ് ആണെന്ന് കൃത്യമായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് ഈ ഒരു സൈഡിലും എല്ലാം ഒരേപോലെയാണ് ഷേപ്പ് വന്നേക്കുന്നത്. ഇതും സിമെട്രിക്കലി ബാലൻസ്ഡ് ആണ്. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഇവിടെ സിമെട്രിക്കലി അല്ല ബാലൻസ്ഡ്. ഇപ്പം ഈ ഒരു പ്ലേറ്റ് തന്നെയാണ് ഈ ഒരു സൈഡിൽ കൊടുത്തിരുന്നെങ്കിൽ ഇത് സിമെട്രിക്കലി ബാലൻസ്ഡ് ആയാണ്. പക്ഷേ ഈ ഒരു പ്ലേറ്റിന് പകരം ഇവിടെ നമ്മളാണെങ്കിൽ വേറെ ഷേപ്പുകളൊക്കെയാണ് വെച്ചേക്കുന്നത്. കൃത്യമായിട്ട് കാണാൻ പറ്റും, എഴുത്തും ഷേപ്പും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ എന്താണ് വന്നേക്കുന്നത്? ഇവിടെ ഇതിന് പകരം ഇതേ വെയിറ്റ് തന്നെ ഇവിടെയും കൊടുക്കാനായിട്ട് ഈ ഒരു ഷേപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആണ്, പക്ഷേ സിമെട്രിക്കലി അല്ല, അസിമെട്രിക്കലി ബാലൻസ്ഡ് ആണ്.